Methods of handling deadlock. 4 methods are prevention, avoidance, detection, and recovery. Ignore. Ignore used in Unix. Ignore and restart. The first one is deadlock prevention. For a deadlock to occur, for conditions satisfy ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, രണ്ടാമത്തത് ഹോൾഡ് ആൻഡ് വെയിറ്റ്, മൂന്നാമത്താണ് നോ പ്രിയംഷൻ, നാലാമത്തത് സർക്കുലർ വെയിറ്റ്. അപ്പോൾ ഇതിലേതെങ്കിലും കണ്ടീഷൻസ് വന്നാലാണ് ഡെഡ്ലോക്ക് ഒക്കർ ചെയ്യുക. അപ്പോൾ ഡെഡ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലെ കണ്ടീഷൻസ് വരാതിരിക്കുക നോക്കുകയാണ് ഡെഡ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. അപ്പോൾ ഒന്നാമത്തേതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, അതായത് നോൺ ഷെയറബിൾ റിസോഴ്സസ് ആണ്. അതായത് നോൺ ഷെയറബിൾ റിസോഴ്സസ് എന്താണ്, ഷെയർ ചെയ്യണം എന്നുള്ളതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷനിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രിൻ്റർ നോൺ ഷെയറബിൾ ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തേതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ഹോൾഡ് ചെയ്യും ആൻഡ് വെയിറ്റ് ഫോർ ദ അതർ പ്രോസസ്സ്. ഒരു പ്രോസസ്സിനെ ഹോൾഡ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സിനെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂളാണുള്ളത്. ഒരു റൂള് എന്ന് പറയുന്നത് എ പ്രോസസ് മേ നോട്ട് റിക്വസ്റ്റ് എ റിസോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഹോൾഡിങ് അനദർ റിസോഴ്സ്. അതായത് ഒരു പ്രോസസ്സ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് വേറെ ഒന്നിന് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ പ്രോസസ് ഷുഡ് റിക്വസ്റ്റ് ആൻഡ് അക്യൂർ ഓൾ ദ റിക്വയർഡ് റിസോഴ്സസ് ബിഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ ബിഗിൻസ്. എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, എല്ലാ റിസോഴ്സസും അക്യൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാം. അതേപോലെ നോ പ്രിയംഷൻ എന്ന് പറയുന്നത് പ്രിയംഷൻ അലോ ചെയ്യുക എന്നുള്ളതാണ് നോ പ്രിയംഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 2 കേസസ് ആണുള്ളത്. ഇഫ് എ പ്രോസസ് ഹോൾഡിംഗ് സം റിസോഴ്സസ് ആൻഡ് റിക്വസ്റ്റ് അനദർ റിസോഴ്സ് it can be immediately allocated, then all resources currently being held are preempted. അതായത് ഒരു പ്രോസസ്സ് കുറച്ച് റിസോഴ്സസ് ഹോൾഡ് ചെയ്യുകയാണ്, എന്നിട്ട് വേറൊരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ റിസോഴ്സസ് ഒരു ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് കറൻ്റ് എന്ത് ചെയ്യാം, പ്രിയംപ്റ്റ് ചെയ്യുക. രണ്ടാമത് ചെക്ക് വെദർ ദ റിസോഴ്സസ് അവൈലബിൾ ഓർ നോട്ട് ബിഫോർ റിക്വസ്റ്റിംഗ് സം റിസോഴ്സസ്. അതായത് റിസോഴ്സസ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ റിസോഴ്സസ് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നാലാമത്തെയാണ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈക്കിൾ പോലെ ഒരു സർക്കുലർ പോലെ വെയിറ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് യു ക്യാൻ അസൈൻ എ നമ്പർ ഫോർ ഓൾ റിസോഴ്സസ്. അതായത് നമ്പർ എല്ലാ റിസോഴ്സസിനും അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കുലർ വെയിറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാനുള്ളതാണ് പറയുന്നത്. ഡെഡ്ലോക്ക് ഒക്കറിയതിന് ശേഷം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ക്യാൻ അലോക്കേറ്റ് റിസോഴ്സസ് ടു ഈച്ച് പ്രോസസ് ആൻഡ് സ്റ്റിൽ അവോയ്ഡ് എ ഡെഡ്ലോക്ക്. സിസ്റ്റത്തിന് ഓരോ പ്രോസസ്സിനും റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക ആൻഡ് എങ്ങനെയാണ് ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് ഒക്കെ ചെയ്യില്ല. അൺസേഫ് സ്റ്റേറ്റിലാണ് ഡെഡ്ലോക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അൺസേഫ് സ്റ്റേറ്റിലാണ്. പിന്നെയാണ് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം യൂസ് ചെയ്യുന്നത് ഡെഡ്ലോക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൽഗോരിതം യൂസ്ഡ് ഫോർ ഓൺലി സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പ്, പ്രോസസ് റിക്വസ്റ്റ് ടു റിസോഴ്സ്, റിക്വസ്റ്റ് എഡ്ജ് ഉണ്ട്, റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താൽ അസൈൻമെൻറ്റ് എഡ്ജ് ഉണ്ട്, ക്ലെയിം എഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഡോട്ട് വെച്ചിട്ടാണ്. ഇത് പ്രോസസ് ഐ ആണ്, ഇത് RJ റിക്വസ്റ്റ് റിസോഴ്സ് ആണ് RJ. പ്രോസസ് PI മേ റിക്വസ്റ്റ് റിസോഴ്സ് RJ ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് ക്ലെയിം എഡ്ജിൽ പറയുന്നത്. ഡോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലെയിം എഡ്ജാണ്, അതായത് ഫ്യൂച്ചറിൽ അത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ക്ലെയിം എഡ്ജ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ